നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയും കളിക്കാനുള്ള ബ്രസീൽ ടീമിനെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കോച്ച് കാർലോ അഞ്ചലോട്ടി പ്രഖ്യാപിച്ചല്ലോ. ആ സ്ക്വാഡിൽ 26 അംഗ സ്ക്വാഡിൽ ഇതുവരെ ആഞ്ചലോട്ടിയുടെ കീഴിൽ കളിക്കാത്ത താരങ്ങളുണ്ട്. അത് 8 പേരാണ്. ആ 8 പേരെന്ന് പറഞ്ഞാൽ ലിയോ പെരീര, ബ്രമർ, ഇബാനസ്, ഡാനിലോ, ഗബ്രിയൽ സെറ, റയാൻ, എൻട്രിക്ക്, ഇഗോർ തിയാഗോ എന്നിവരാണ്. പക്ഷേ ഈ 8 പേരിൽ പലരും മുമ്പ് കളിച്ചിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ കീഴിൽ കളിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, മുമ്പ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്നത്, അതായത് ബ്രസീൽ ടീമിലേക്ക് ഒരു കോളപ്പ് ആയിട്ട് ഡെബ്യൂ രൂപത്തിൽ വന്നിട്ടുള്ളത് ഇതിൽ 4 പേരാണ്. അത് ആരൊക്കെയാണ്, അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. അതായത് ഈ 8 പേരിൽ 4 പേര്: ലിയോ പെരീര, ഗബ്രിയൽ സഴ, റയാൻ, ഇഗോർ തിയാഗോ. ഇവർ ബ്രസീൽ ടീമിൽ അവരുടെ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ്. ഇവർക്കെല്ലാവർക്കും പ്ലേയിങ് 11 അവസരം കിട്ടുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. കോച്ച് കാർലോ അഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കുറേ പരിക്കിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ കൂടുതൽ താരങ്ങളെ നമുക്ക് സ്ക്വാഡിലേക്ക് എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ അവരുടെ ഫിസിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് ഇതൊന്നുമല്ല. കാരണം അവരുടെ പെർഫോമൻസൊക്കെ നമ്മൾ അവരുടെ ക്ലബിലെ പെർഫോമൻസൊക്കെ വെച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അവരെങ്ങനെ ഈ സ്ക്വാഡിനോട്, ബ്രസീലിയൻ സ്ക്വാഡിനോട് ഇടപഴകും, എങ്ങനെ അവർക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് അറിയേണ്ടത്. അതിനു കൂടിയിട്ടാണ് ഈ താരങ്ങളെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. വെൻ വി കോൾ അപ്പ് ന്യൂ പ്ലെയേഴ്സ്, അതിൻ്റെ അർത്ഥം നമുക്ക് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു കളിക്കളത്തിൽ എന്നറിയാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ഓൾറെഡി അറിയാം അവരെങ്ങനെ പെർഫോം ചെയ്യുമെന്ന്. സോ വി വാണ്ട് ടു നോ ഹൗ ദേ ഇൻ്റഗ്രേറ്റ് ഇൻ ടു അവർ എൻവയോൺമെൻറ്റ്. ബ്രസീൽ ടീമിൻ്റെ ഈ ഒരു എൻവയോൺമെൻറ്റിലേക്ക് അവരെങ്ങനെ കൂടി ചേരും, അവരുടെ ക്യാരക്ടർ എന്താണ്, ഇതറിയാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു പുതിയ പ്ലെയർ വരുമ്പോൾ നമുക്ക് എങ്ങനെ ടീമിൽ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നമുക്കും അറിയേണ്ടതുണ്ട്. സോ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാവരെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ബ്രസീൽ ടീമിലേക്ക് അവരുടെ പെർഫോമൻസ് വെച്ച് അവരുടെ ലീഗിൽ എത്താൻ ഡിസേർവ്ഡ് ആയിട്ടുള്ള താരങ്ങൾ ആരാണോ അവരെ വിളിക്കുന്നു, അവർ ഈ എൻവയോൺമെൻറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നു. അതാണിപ്പോൾ ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് കാർലോ അഞ്ചലോട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ താരങ്ങൾ ഒന്ന്, റയാൻ ബേൺമൗത്തിന് വേണ്ടി മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2025 അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, കാരണം അദ്ദേഹം ആദ്യം വാസ്കോയിലായിരുന്നു, പിന്നെ ബേൺമൗത്തിലേക്ക് പോയി. അപ്പോൾ ഈ 2 സ്ഥലത്തും കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 65 കളികളിൽ നിന്ന് 24 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ്. 26 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 73 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, 165 ഷോട്ടുകൾ ഉയർത്തിൽ 73 ഓൺ ടാർഗറ്റിലേക്ക്, 60% ക്ലിയർ ചാൻസ് കൺവേർഷൻ ഉണ്ട്. 316 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തെന്ന് പറഞ്ഞാൽ 4.9 പെർ ഗെയിമാണ്. 50% ഡ്രിബിൾ സക്സസ്ഫുൾ റേറ്റ് ഉണ്ട്. സോ അഞ്ചലോട്ടി തന്നെ പറയുന്നുണ്ട്, അവിടെ പോയി യൂറോപ്പിൽ പോയിട്ട് ഇങ്ങനെ പെർഫോമൻസ്, ഇംഗ്ലണ്ടിൽ പോയിട്ട് അവൻ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ടീമിന് ഏറെ ഗുണം ചെയ്യും. അതിപ്പോൾ ഈ വേൾഡ് കപ്പ് റയാൻ കളിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവൻ്റേതാണ് ഭാവി എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവൻ്റെ കപ്പാസിറ്റി കണ്ടിട്ട് എന്നാണ് അഞ്ചലോട്ടി ആ താരത്തെ വിലയിരുത്തിയത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു പുതിയ താരം ഗബ്രിയൽ സെറയാണ്. ഗലറ്റസറായിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗബ്രിയൽ സെറ 2025-26 സീസണിൽ 37 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. അതിൽ 27 സ്റ്റാർട്ട് ചെയ്തു, 6 ഗോളും 3 അസിസ്റ്റും, 9 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 10 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 80 കീ പാസുകൾ കൊടുത്തു, 87% പാസിംഗ് ആക്യുറസി, 64% ലോങ് പാസ് ആക്യുറസി, 120 ഡിവൽസ് വിൻ ചെയ്തു. അങ്ങനെ മികച്ച പ്രകടനം അവിടെ നടത്തുന്ന ആളെ തന്നെയാണ് സ്ക്വാഡിലേക്ക് എടുത്തത് എന്ന് പറയണം. ഒപ്പം തന്നെ ലിയോ പെരീര, ഫ്ലെമിംഗോയുടെ താരമാണ് ലിയോ പെരീര. സോ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കുമ്പോൾ 74 മത്സരങ്ങൾ, 7 ഗോളും 1 അസിസ്റ്റും, 92% പാസിംഗ് ആക്യുറസി, 55% ഡ്യുവൽ സക്സസ് റേറ്റ്. പിന്നെ നോക്കുക, 57% ഏരിയൽ ഡ്യുവൽ സക്സസ് റേറ്റ് ഉണ്ട്. മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ റോളിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 436 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ്, ആക്ഷൻസ് അദ്ദേഹത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞാൽ 5.9 പെർ മാച്ചാണ്. 52 ഫൗൾസ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തു, 36 ഡ്രിബിൾസ് അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട്. എനിവേ sofascore.com അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് കൊടുത്ത റേറ്റിംഗ് 7.21 ആയിരുന്നു. അദ്ദേഹം ബ്രസീൽ ടീമിലേക്ക് ഇതാ പുതുതായിട്ട് എത്തുന്നു. അതുപോലെ തന്നെ എത്തിയിട്ടുള്ള ഒരാളാണ് ഇഗോർ തിയാഗോ. ഇപ്പോൾ ബ്രെൻഫോർഡിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2025-26 സീസണിൽ 31 കളികളിൽ നിന്ന് 21 ഗോളുകളുമായിട്ട് പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഞെട്ടിക്കുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 22 ഗോൾ കോൺട്രിബ്യൂഷൻസായി. ഓരോ 119 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 70 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തിൽ, 39 ഓൺ ടാർഗറ്റിലേക്ക്, 58% ക്ലിയർ ചാൻസ് കൺവേർഷൻ ഉണ്ട്. 160 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 5.2 പെർ മാച്ചാണ്.
59% ഡ്രിബ്ലിംഗ് സക്സസ്ഫുൾ റേഷ്യോയുമുണ്ട്. സോ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് പുതുതായിട്ട് എത്തിയിട്ടുള്ള അദ്ദേഹവും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പെർഫോമൻസാണ് നിലവിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഈ കോളപ്പുകളൊക്കെ തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവരൊക്കെ വേൾഡ് കപ്പിന് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ആഞ്ചലോട്ടി അവരെയൊക്കെ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.